ഓ ഈ റിയാലിറ്റി ഷോക്കാരെ കൊണ്ട് തോറ്റ്. മഴ പെയ്യണ് മഴ പെയ്യണ് മഴ ചന്നം പിന്നം ഓ ഇതെന്നാ പാട്ടത്? മഴ പെയ്യണ് ചന്നം പിന്നം അത് വേണ്ട. പ്രണയമണിത്തൂവൽ വിരിയും പവിഴമഴ. ഓ പവിഴമഴ അത് വേണ്ട. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്ക് മരം എടുത്തടിച്ചു. എന്റെ സാറേ സാറിത് എന്താ പാടണേ? എടോ എൻ്റെ മോള് റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുന്നുണ്ട്. അവൾക്ക് കുറച്ച് പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്റെ ദൈവം, ഇത് ഈ കാറ്റിന്റെ മഴയുടെ പാട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ എവിടെയാ ജോലി ചെയ്യണത്? നമ്മള് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ ആണല്ലോ. അപ്പൊ നമുക്ക് ബന്ധം എന്തൊക്കെയായിട്ടാ? കാറ്റ്, മഴ, ഇടിവാള്, മേഘം ഇതൊക്കെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഈ പാട്ട് എങ്ങനെ നോക്കി. ഏതാ? മിന്നലേ മിന്നലേ താഴെ വരൂ. എന്റെ സാർ എന്ത് വർത്താനം ഈ പറയണേ? ഒരു ഇടിമിന്നലിനോട് താഴേക്ക് വരാനാ? ഒരു ഇടിമിന്നല് വന്നു നമ്മൾ കത്തിക്കരിഞ്ഞ് പോവില്ലേ? ഞാനിവിടെ പ്രാർത്ഥിക്കാം, ഇടിമിന്നലേ വരല്ലേ വരല്ലേ വരല്ലേ. ഒരാളിവിടെ വിളിച്ചു വരുത്തുന്നു. അതെ ഫോൺ വന്നി. അപ്പൊ നമുക്ക് പാട്ടിന്റെ ചർച്ച പിന്നെ. ഹലോ ഹലോ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ? അതെ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണേ. എന്താണ്? ഈ തെക്കൻ കേരളത്തിൽ എന്നു മുതലാ മഴയെന്നറിയാൻ വിളിച്ചയാ. തെക്കൻ കേരളത്തിൽ എന്നുമുള്ള മഴയാണോ? ഈ 28-ാം തീയതി മുതൽ പെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ, അത് ഈ അടുത്ത മാസത്തേക്കൊന്ന് ആക്കി തരാവോ? അടുത്ത മാസത്തേക്ക് ആക്കാനോ? അല്ല, ഇത് ആരാണ് ഈ വിളിക്കുന്നത്? ഞാൻ ഈ നോൺസൺ ആൻഡ് നോൺസൺ കൊടക്കമ്പനിന്ന് വിളിക്കുകയാണേ. കൊടയുടെ പണി തീർന്നിട്ടുമില്ല, പരസ്യത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ശരി, നോൺസൺ ആൻഡ് നോൺസൺ കൊടക്കമ്പനിന്ന് വിളിക്കാനല്ലേ? അതെ അതെ. ആരാ സംസാരിക്കുന്ന? ആരാ? ഞാൻ കമ്പനിയുടെ മുതലാളിയാണ്. മുതലാളിയാണോ? സാറേ, നമ്മളെയൊക്കെ ഒന്ന് കാണു സാറേ. അത് നാളെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് കണ്ടാ പോരെ? മതി മതി മതി, വീട്ടിൽ വന്നാ മതി. ഓ ശരി എന്നാ. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ അടുത്ത മാസം മുതൽ അങ്ങോട്ട് തകർത്തേക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. എടോ, നമ്മള് അടുത്ത 28-ാം തീയതി മുതലാണ് തെക്കൻ കേരളത്തിൽ മഴ പെയ്യിക്കാൻ ഉദ്ദേശിച്ചത്. അത് ഒരു മാസത്തെ അങ്ങോട്ട് തള്ളിക്കണം. ഒരു മാസത്തേക്ക് നീട്ടല്ലേ? ഇടയ്ക്ക് ഓരോ കാറ്റൊക്കെ ഇട്ടൊന്നും അങ്ങോട്ട് പുകപ്പിച്ച മതി. ഇപ്പൊ പറഞ്ഞാൽ ഇത് മാറ്റി കൊടുത്താലേ. ഹലോ, നമസ്കാരം. ഞാൻ അനന്ത അജ്ഞാതൻ. മനസ്സിലായി. ഈ ടിവിയിലൊക്കെ പരിപാടി നടത്തുന്ന സാറല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ വന്നതിന്റെ ഉദ്ദേശം? മിഥുനത്തിൽ മഴ പെയ്യുമോ എന്ന് എനിക്കറിയണം. മിഥുനത്തില് പറയാൻ പറ്റില്ല. ചിലപ്പോ മഴ പെയ്യും, ചിലപ്പോ മഴ പെയ്യും. അയ്യോ, അങ്ങനെ പറഞ്ഞ കാര്യമില്ല. പെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പിച്ചറിഞ്ഞേ പറ്റൂ. ഓക്കെ, പെയ്യിപ്പിച്ചേക്കാം. അല്ല, എന്താ ചോദിക്കാൻ കാര്യം? അല്ല, മിഥുനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാലേ ഈ കൂലിപ്പണിക്കാർക്ക് മോശം വാരം എന്ന് അടുത്ത ആഴ്ച TV പറയാൻ വേണ്ടിയാണ്. മനസ്സിലായി മനസ്സിലായി. ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് വേണം. അതായത് കൂലിപ്പണിക്കാർക്ക് മഴ പെയ്താൽ പണിക്കുവാൻ പറ്റില്ലല്ലോ. കർഷകരാണല്ലോ. അത് ഇവിടെ നിന്ന് അറിയുകയും ചെയ്യാം, സാറിന് അങ്ങോട്ട് പറയുകയും ചെയ്യാം. മനസ്സിലായല്ലേ? ഇവിടെ വന്ന കാര്യം ആരോടും പറയണ്ട. പറയില്ല. എന്റെ നാള് അത്തം. അത്തംകാരിങ്ങനെ കുത്തിയിരുന്ന പിത്തം പിടിക്കും. ശ്രദ്ധിക്കണം, അത് വളരെ ശ്രദ്ധിക്കണം. അല്ല, എന്റെ നാള് കേട്ടില്ല. എന്റെ നാളാണ് തൃക്കേട്ട. വൃത്തികെട്ട നാളും കൊണ്ട് വൃത്തികെട്ടവന്മാർ നടക്കുന്നു. നമസ്കാരം. പോട്ടെ. കണ്ടോ, TV പരിപാടിക്കാരൊക്കെ വന്നു തുടങ്ങി നമ്മുടെ സ്ഥലത്ത്. ഫോൺ തന്നെ. ഹലോ ഹലോ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ? അതെ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തന്നെ. നിങ്ങൾ ഈ പാഠപുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴയെന്ന്. അതെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. സാർ ഇങ്ങോട്ട് വന്ന് നോക്ക്, ഇവിടെ മഴ പോയിട്ട് മഴയുടെ ഒരു CD പോലും ഇല്ല. ഈ ചിറാപുഞ്ചിയിൽ നിന്ന് ആരാ സംസാരിക്കുന്നത്? മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പല. വേഴാമ്പലേ വെച്ചിട്ട് പോടാ അവിടെ നിന്ന്. മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലാണ്. ഇവിടെ നമ്മളൊരു വിധത്തിലെ മഴ. ഒന്നാമത്തെ ഹൈ റേഞ്ച് അല്ലേ, സാധനമൊക്കെ കയറ്റി അവിടെ ചെന്ന് എപ്പോ പെയ്യിക്കാനാ അവന് മഴ കൊടുക്കാൻ. എന്റെ സാറേ, സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? സാറ് കഴിഞ്ഞ ആഴ്ച ഒരു ചാക്ക് മണവിൽ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നോ? ആ കെട്ടിടത്തിന്റെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് ഇന്നലെ മഴയത്ത് അത് നനഞ്ഞു പോയി ഒറ്റ കളറായിന്നേ. ഇന്നലത്തെ മഴയത്ത് മഴ നനഞ്ഞ് മഴവിൽ ഒറ്റ കളറായി പോയി. എന്റെ ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ നാട്ടിൽ കാണിക്കാന്ന് പറഞ്ഞ് 2-3 മഴവിലെടുത്ത് മാറ്റി വെച്ചു. അതൊക്കെ നനഞ്ഞു പോയി. താന് പണി, നമ്മുടെ ടെറസിന്റെ മുകളിൽ കൊണ്ടിട്ട് എല്ലാം കൂടെ ഉണക്ക്. ഈ മാഞ്ഞു പോയ ഭാഗമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് സ്കെച്ച് പേന മേടിച്ചിട്ട് അങ്ങ് വരച്ച് ചേർക്കാം. നമ്മൾ പല ആളുകൾക്ക് മഴവില് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കളറില്ലെങ്കിൽ നാണം കിട്ടുമോ? ദൈവമേ, ഇന്ന് എവിടെയാ മഴ കിടക്കണേന്ന് നോക്കട്ടെ. അയ്യോ, വന്നേ. എന്നാ സാറേ? ഒരു അന്യഗ്രഹ ജീവി ഭൂമി ആക്രമിക്കാൻ വരുന്നു. ഭൂമി ആക്രമിക്കാനോ? കണ്ട പല്ലും കൊമ്പൊക്കെയായിട്ട് നോക്ക്. എന്റെ അമ്മേ, ദൈവമേ, എന്റെ ഈശ്വര. അന്യഗ്രഹ ജീവി എന്നല്ലത്, പിന്നെ ഇത്തിരി പാറ്റയാണത്. പാറ്റ കണ്ട് പേടിപ്പിച്ചിരിക്കുന്നു. ഞാൻ പേടിച്ചു പോയി. സാറേ, പ്ലൂട്ടോ. ഇത് പ്ലൂട്ടോ. നീ ആടാ പ്ലൂട്ടോ? ഞാനല്ല, നീ നിന്റെ വീട്ടുകാരാ? ഈ പറഞ്ഞ സാധനം നിന്റെ കുടുംബക്കാര്. സാർ എന്നീ പറയണേ? നീ എന്താ പറഞ്ഞത്? സാറേ, ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായ? ഇല്ല. ഭ്രമണപഥത്തിൽ നിന്നും പ്ലൂട്ടോ ഗ്രഹം മാറിയിരിക്കുന്നു. അതായിരുന്നാ? ഞാൻ ഓർത്ത് എന്റെ എട്ടപ്പേര് നീ അറിഞ്ഞു കാണും.
നാട്ടുകാരങ്ങനെ വിളിക്കണ്ടെന്ന് വെച്ച് നീയും കൂടി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതൊരു വിഷമാവില്ല. എന്റെ വീട്ടുകാരെ ഫോൺ ശബ്ദം ഉണ്ടാക്കാം. ഹലോ. ആ കാലാവസ്ഥാ നിരീക്ഷണ യന്ത്രമല്ലേ? അതെ അതെ സാറേ, ഈ ഇരവിപുരം പഞ്ചായത്തിൽ മഴ ഉണ്ടാവാൻ വല്ല സാധ്യത ഉണ്ടോ? ഇരവിപുരം പഞ്ചായത്തിന് മഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോന്നോ? ഒരു സെക്കൻഡ്. ഇല്ല ഇരവിപുരത്ത് അടുത്തെങ്ങും മഴയില്ല. അയ്യോ, ഈ മാസം അത്യാവശ്യം മഴ വേണമായിരുന്നു. ഇല്ല ഈ മാസമൊക്കെ ഞങ്ങൾ ഫുൾ ഫില്ലാണ്. മിക്ക സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇരവിപുരം പഞ്ചായത്തിൽ ഇല്ല. നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. 2 മാസത്തേക്ക് നോക്കണ്ട. 2 മാസത്തേക്ക് നോക്കണ്ട. 2 മാസത്തേക്ക് നോക്കണ്ടേ? ഒരു വഴിയില്ലേ? ഒരു വഴിയുണ്ട്. പിന്നെ ഒരു ഫോൺ നമ്പർ തരാം. പുള്ളിനെ കൊണ്ടുവന്നാ മഴ പെയ്യിക്കാം. പെയ്യോ? പെയ്യും. എന്നാ ഫോൺ നമ്പർ എടുത്തോ. പിടിച്ചോ. ഞാൻ പേനയൊന്നും എടുത്തോട്ടെ? എടുത്തോ. പറഞ്ഞോ. എടുത്തോ. 984 666 29 88. സാറേ, ഇത് ആരുടെ നമ്പരാ? ഋഷ്യശൃംഖൻ എന്ന് പറയും. അയാളിപ്പോ ഇവിടെ ഉണ്ടോ? ഇല്ല, അമേരിക്കയില. അമേരിക്കയില. ഫാമിലി ആട്ടോ? വരുമ്പോ ആ വൈശാലിയും കൂടെ ഒന്ന് കൊണ്ടുവരാൻ പറയണേ. വൈശാലിനെ കൊണ്ടു ചെല്ലുമെന്ന്. എന്നിട്ട് വേണം നമ്മളെ കുടുക്കിച്ചാടാൻ. നമ്മൾ കുടിക്കലാക്കാനായി ഞാൻ അവിടെ എത്തിയെന്ന്. അതേന്ന് ഞാൻ ഓഫീസിൽ എത്തിയട എങ്ങാതി. ഞാൻ സംസാരിച്ചോളാം. ഓഫീസർ ഇവിടെ ഇരിക്കണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ അല്ലേ? റെഡി. നമസ്കാരം സാർ. ഞാൻ ഈ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്. അപ്പൊ അവിടെ എങ്ങും മഴയില്ല. ഇല്ല. അപ്പൊ ഒരു 2-3 ദിവസത്തേക്ക് അവിടെ നിന്ന് മഴ പെയ്യിപ്പിക്കണം. എന്നാ ഉദ്ദേശിക്കണ? അല്ല, ഞാൻ ഈ മാസം 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണെങ്കിൽ വളരെ രസമായിരിക്കും. ഞാൻ അവിടെ ഉണ്ട്. ഫ്രീയാ ഞാൻ. 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. 31 നമുക്ക് നോക്കട്ടെ. അങ്ങനെ നമുക്ക് ചാടി കയറി പറയാൻ പറ്റില്ല. ഓരോ സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കും. ആയിക്കോട്ടെ. 25 മുതൽ 25 മുതൽ 31 വരെ. 25 അത് 19 ആറ്റിങ്ങൽ, 20 വൈക്കം, 21 25 25 മുതൽ 31 വരെ. നിങ്ങളുടെ ഏതാ പഞ്ചായത്ത്? അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത്. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്ത് മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലെ മഴ 25 മുതൽ 31 വരെ മഞ്ഞപ്രക്കാരെടുത്തേക്ക. അല്ല അത് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്. അല്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ മഴയുടെ കൂടെ 2 ഇടിയും 3 മിന്നലും എടുത്തിട്ടുണ്ട്. അതെ, അവര് 2 ഇടിയല്ലേ എടുത്തുള്ളൂ. ഞങ്ങൾ 4 ഇടിയാക്കാം. അത് ശരി. 3 മിന്നലും കൂടുതൽ 5 മഴയും. അതെ, മിന്നൽ ഇവര് കൂടുതൽ എടുക്കാന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് സംഭവം മിന്നൽ കൂടുതൽ എടുക്കണം. നമുക്ക് കാശ് കിട്ടുന്നത് മിന്നലിന്റെ കാശ് കൂടുതൽ മാർക്കറ്റിൽ. ഒരു മണി അപ്പൊ മിന്നല് കൂടുതൽ എടുക്കൂലല്ലേ? മിന്നൽ കൊടുങ്കാറ്റും എടുക്കും ഞങ്ങൾ. പിന്നെ ലാഭം നമുക്ക് തന്നെ. അപ്പൊ ഒരു മണി 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ അയ്യമ്പുഴയിലേക്ക് ആക്കിക്കോ. ഓക്കെ. നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യണം. കാണണം. പിന്നെ കാണൂലേ? 25-ാം തീയതി മുതൽ ഈ 31-ാം തീയതി നോക്കട്ടെ. ഓക്കെ. സംഭവം നോക്കി. ഇത് മഞ്ഞപ്പുഴയുടെ മുകളിലല്ലേ? അതെ. മഞ്ഞപ്പുഴയുടെ മുകളിലല്ലേ മേൻ കിടക്കുന്നത്? മുകളിൽ തന്നെയാണ്. മാറ്റട്ടെ ഇങ്ങോട്ട്. മാറ്റിക്കോ. നോക്കട്ടെ. കാക്കനെ വെറുതെ വിട്ടോളൂ. കാക്ക സൈഡിൽ പൊക്കോളും. അല്ല, തനിക്ക് ഉന്നം കിട്ടില്ല. ഒന്ന് ഒതുക്കി. മഞ്ഞപ്പുറന്ന് മാറി അയ്യമ്പുഴയുടെ മുകളിലാണ് ഇപ്പൊ. ഒരു 2 മിന്നൽ കയറ്റി വിട്ടോ കേട്ടോ. മഞ്ഞപ്പുറയിൽ ഒരു തുള്ളി മഴ പെയ്യരുത്. ഓക്കെ ആണല്ലോ? അവള് നമ്മളെ ഒരു ചെറിയൊരു പ്രശ്നത്തിലുണ്ട്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഒപ്പിടണം. എവിടെയാ? ഈ പേപ്പറിന്റെ ഇവിടെ ഒരു ഒപ്പിടണം. ഇട്ടോ കൈ എഴുതാനും വായിക്കുന്ന അറിയാം. ഇപ്പുറത്ത് ഓർമ്മ. താൻ ഇന്നലെ എവിടെ പോയി കയറുന്നു? ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. മിനിങ്ങാന്നോ? ഒരു മരണം ഉണ്ടായിരുന്നു. 4 നാളോ? അന്നൊരു വീട് പാലുകാച്ചുണ്ടായിരുന്നു. ഓക്കെ. അതിന് തൊട്ടുമ്പോഴുള്ള ദിവസം വെറുതെ വീട്ടിലിരുന്ന് ഒരു രസം. പിന്നെ എന്താ ഇന്ന് ഇങ്ങോട്ട് പോകുന്നത്? പട്ടിണി കിടക്കണ്ടല്ലോ, ഒരു രസം. താനൊരു ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ അല്ലേ? താൻ ഇങ്ങനെയാണോ ഓഫീസിൽ കയറി വരുന്നത്? എന്താ അറിയില്ലേ? ഇല്ല. ഞങ്ങളുടെ ഓഫീസിലെ മേഘം ചവിട്ടി കുഴക്കണ ഇയാളാണ്. ഈ പുള്ളി മേഘമൊക്കെ ചവിട്ടി കുഴച്ചിട്ട് വേണം ആകാശത്ത് ഫിറ്റ് ചെയ്യാൻ. അതെ. അങ്ങനെ മഴ. വേറൊരു കാര്യമുണ്ട്. 25-ാം തീയതി മുതൽ 31-ാം തീയതി മഴയുടെ കാര്യം എന്റെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടാ? അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത്. നേരത്തെ എത്തേക്കണം, ഞാനും സഹായിക്കാൻ ചവിട്ടി കുഴക്കാൻ. എടുത്തു വച്ചേക്കണം. സാറേ, ഇന്ന് എത്രയാക്കുണ്ട്? ഇന്ന് 12-13 ചാക്കങ്ങൾ ചവിട്ടി കുഴക്കേണ്ടി വരും. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ അടിച്ചു തീർത്തേക്കാം. എനിക്ക് വേറെ പറയണ്ട. ദൈവമേ, നശിപ്പിച്ച്. എന്താണോ താഴെ ഇട്ടത്? എന്റെ സാറ് ഞാനൊരു മിന്നൽ കൊണ്ടുവച്ചു. ഒരു ഇടി കൊണ്ടുവയ്ക്കുമ്പോഴത്തെ ഒരു ചെറുത് താഴെ വീണന്റെ ശബ്ദം കേട്ടത്. ഇടിയൊക്കെ നിലത്തിട്ട് പൊട്ടിച്ച് കളയല്ല. ഇനി ഇടി പൊട്ടിച്ച് കളഞ്ഞാ പൊട്ടിക്കും. കേട്ടോ? ഇനി ഒപ്പിടാൻ ഒരു പണി ചെയ്യണം. ഒരു 4 ഫയലിലും കൂടി ഒപ്പിടാൻ ഞാൻ ആ ഫയലും എടുത്തിട്ട് വരാം. സാറോടെ ഇരിക്കട്ടോ. ആടാ, അത് എടുത്ത് വെക്കടോ. മഴ ഞങ്ങൾ ബ്ലാക്കിൽ പെയ്ച്ചു തരാം. ബ്ലാക്കിൽ മഴ പെയ്ച്ചു തരാം. ബ്ലാക്കിൽ മഴ പെയ്യിപ്പിക്കണ പരിപാടി ഉണ്ടോ? എങ്ങനെയാ?
ഇതൊക്കെ സർക്കാർ ഓഫീസല്ലേ, കൈക്കൂലി കൊടുത്ത് മുടിയത്തേ ഉള്ളൂ. ഇതൊക്കെ പെയ്ത് നമ്മളൊക്കെ പറഞ്ഞാലുണ്ടല്ലോ മഴ അച്ചട്ടാണ്. എങ്ങനെയത് പെയ്യണത്? ഇതൊക്കെ ആളുകളുണ്ടെന്ന്. ആരൊക്കെയത്? ഞാനും എൻ്റെ അനിയന്മാരും കുറച്ച് പിള്ളേരും ഒക്കെ ഉണ്ട്. വീട്ടിൽ കുളം ഉണ്ട്. കുളം ആ പഞ്ചായത്ത് മൊത്തം കുളമായിട്ട് കിടക്കാല്ലേ? ആണല്ലോ. ഞങ്ങൾ നേരെ അങ്ങോട്ട് വരും. കുറച്ച് കറ്റയും ചൂട്ടും ഒക്കെ നേരെ കത്തിച്ചുകൊണ്ട് നേരെ കുളത്തിലേക്ക് ഇറങ്ങും. കുളത്തിന്റെ അടിയിൽ നിന്ന് നേരെ ഇതെല്ലാം കൂടി കത്തിച്ച് കൃത്രിമ നീരാവി ഉണ്ടാക്കും. ഉണ്ടല്ലോ, അതുപോലത്തെ സാധനം കൃത്രിമ നീരാവി. ടെസ്റ്റ് ശിശുവിന്റെ കാലമാ, പഴയ പോലെ ഒന്നും അല്ല. ഞങ്ങൾ നേരെ ഈ കൃത്രിമ നീരാവി ഉണ്ടാക്കി നേരെ മേഘങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് നേരെ ഒരൊറ്റ മഴയാണ്. പിന്നെ ബ്ലാക്കിൽ മഴ ഇവിടുത്തെ ഒന്നും കൊടുക്കണം. ഇപ്പൊ ഭയങ്കര പൈസയാവും, കൈക്കൂലി കൊടുത്ത് ഊപ്പാട് വരും. എടാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഓഫീസിന്റെ അടുത്ത് വന്ന് ബ്ലാക്കിൽ മഴ പെയ്യിപ്പിച്ച് കൊടുക്കരുത്. എന്ത് ഞങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ഇവിടെ ആള് സ്റ്റാഫ് ഇരിക്കണില്ലേ? ഇനി മേലെ ഈ പരിസരത്ത് കണ്ടു കൊടുത്തു. ഒരു ബ്ലാക്കിൽ മഴ പെയ്യിക്കലുകാരും ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുകാരെ കൊണ്ട് തോറ്റ്. സാറേ ഒപ്പും കൊപ്പൊന്നുമില്ല. സാറങ്ങ് പോയിക്കേ, ഞങ്ങൾ അവിടെ മഴ പെയ്യിച്ചാ പോരെ. ഒപ്പ് വരെ സമരം ചെയ്യും, വരെ സമരം ചെയ്യും, പെയ്യിക്കും 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 പെയ്യിക്കും, ചറ പറ പെയ്യിക്കും, ചറ പറ പെയ്യിക്കും, പെയ്യിക്കും വരെ സമരം ഒന്ന് നിർത്താൻ പറയണോ? വരെ സമരം ചെയ്യും. അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ടോ. എല്ലാരും അങ്ങോട്ട് പോക്കോ, ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരത്തുള്ളൂ. സമരം ചെയ്യാനായിട്ട് വന്നു. ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എന്റെ പൊന്നു സുഹൃത്തെ, താൻ എത്ര ദിവസം ഈ ഓഫീസിന്റെ മുമ്പിൽ കിടന്ന് ഈ ജാഥ വിളിക്കണത്? അല്ല എന്തിനു വേണ്ടിട്ട് ഈ ജാഥ വിളിക്കുന്നത്? മഴ പെയ്യിക്കണം, മഴ പെയ്യിക്കണം, മഴ പെയ്യിക്കണം. മഴ പെയ്യിച്ചാ പോരെ? അത് ഞങ്ങൾ പെയ്യിച്ചോളാം. വേറൊരു കാര്യം പറയട്ടെ, ഈ തഴക്കര ഗ്രാമപഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്റെ ഗ്രാമമാ. ആണോ? കേൾക്കണം. കേൾക്കാം. പുഴകളും മലകളും മലഞ്ചരിവുകളും സാർ ഇതെന്തോ കാണിക്കുന്നത് സാറേ? അല്ല സാധാരണ ഈ സിനിമയിലും കാസറ്റിലൊക്കെ ഈ ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം, ഒരു മ്യൂസിക് ഉണ്ട്. അല്ല, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. മ്യൂസിക് വേണ്ടേ? അതായത് ഒരു മഴ, പേരിന് വേണ്ടി ഒരു മഴ പെയ്ത് ഞങ്ങളുടെ കുളത്തിലും പുഴയിലും വെള്ളമൊന്നും നിറയ്ക്കുമോ സാറേ? രാജസ്നേഹി, ഞാൻ ഇപ്പഴാ ഒരു യഥാർത്ഥ രാജസ്നേഹിയെ കണ്ടത്. സാധാരണ എല്ലാവരും പേഴ്സണൽ ആയിട്ട് വന്ന് പറയാറ്, മഴ പെയ്തില്ല അതുകൊണ്ട് കിണർ നിറഞ്ഞില്ല, പൈപ്പിൽ വെള്ളമില്ല, പിള്ളേർ സ്കൂളിൽ പോയിട്ടില്ലെന്ന്. ഇപ്പോഴാണ് സ്വന്തം നാട്ടിലെ പുഴ നിറച്ച് കാണണമെന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ രാജസ്നേഹിയെ ഞാൻ കണ്ടത്. രാജസ്നേഹം കൊണ്ടൊന്നുമില്ലെന്ന്. പിന്നെ പുഴയിൽ വെള്ളമില്ലാത്ത കാരണമേ ഒരു കുളിസിയും കണ്ടിട്ട് 7 മാസമായി. എന്റെ കണ്ണാണ് കടിച്ചിട്ടും പാടില്ല.